കൊല്ലം ചിതറ പോലീസ് സ്റ്റേഷനിലെ 2 പോലീസ് ജീപ്പുകളുടെ ഗ്ലാസ് അടിച്ചു തകർത്തു. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സാമ്പത്തിക തർക്കത്തിൽ പോലീസ് കേസെടുത്തില്ലെന്ന് ആരോപിച്ച് ഭർത്താവാണ് ആക്രമണം നടത്തിയത്. ചിതറ പുതുശ്ശേരി സ്വദേശി ധർമ്മദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവരങ്ങളുമായി രാജ്കുമാർ ചേരുന്നു. രാജ്കുമാർ, ഈ പോലീസ് ഭാര്യയെ സഹായിക്കുന്നുവെന്ന് ആരോപിച്ചാണോ ഈ ധർമ്മദാസ് ഇപ്പോൾ നിലവിൽ ഈ പോലീസ് സ്റ്റേഷനിൽ കയറി ഈ അതിക്രമം നടത്തിയത്? എന്താണ് ഈ കാരണത്തിലേക്ക്, ഈ സംഭവത്തിലേക്ക് എത്തിച്ച മറ്റു കാര്യങ്ങൾ? അതായത് ഭാര്യയുടെ ഉടമസ്ഥതയിലുള്ള വസ്തു വിറ്റ 3 ലക്ഷം രൂപ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു. അത് ഭാര്യയുടെ വീട്ടുകാർക്ക് നൽകി എന്ന് ആരോപിച്ചായിരുന്നു ഈ നർമ്മദാസ് ചിതറ പോലീസ് പരാതി നൽകിയത്. ഇത് കഴിഞ്ഞ ദിവസം ഭാര്യയെയും ധർമ്മദാസിനെയും ചിതറ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി സംസാരിച്ചു. അതായത് പണം ഭർത്താവ് ദൂർത്തടിക്കും, അത് നശിപ്പിച്ചു കളയും എന്ന് കരുതി താൻ അത് പോസ്റ്റ് ഓഫീസിലെ അക്കൗണ്ടിൽ സുരക്ഷിതമായി നിക്ഷേപിച്ചു എന്ന് അറിയിച്ചു. ഇത് പോലീസ് പരിശോധിക്കുകയും ശരിയാണെന്ന് ഉറപ്പുവരുത്തി 2 കൂട്ടരെയും അവിടെ ഒരു സമാധാനം പറഞ്ഞ് ഒത്തുതീർപ്പാക്കി പറഞ്ഞു വിട്ടു. പക്ഷേ താൻ നൽകിയ തന്റെ ഭാര്യ തന്റെ ഈ പണം മോഷ്ടിച്ചു എന്ന തരത്തിൽ ആ കേസ് എടുക്കണമെന്നുള്ളതായിരുന്നു ഈ ഭർത്താവിന്റെ ആവശ്യം. ഇത് പോലീസ് ചെയ്തില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇന്ന് പുലർച്ചെ സ്റ്റേഷനിലെത്തിയ ഇയാൾ ഈ 2 പോലീസ് ജീപ്പിന്റെ ഗ്ലാസുകൾ അടിച്ചു തകർത്തത്. ശബ്ദം കേട്ട് പുറത്തു വന്ന ഉടൻ ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് ബലം പ്രയോഗിച്ച് ഇയാളെ കീഴടക്കി. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഇയാൾ. ഈ ധർമ്മദാസ് ഇനി എന്ത് ജോലിയാണ് ധർമ്മദാസിന് നിലവിൽ? ഇത് കൂലിപ്പണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്ന ആളെന്നാണ് ഇപ്പൊ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഈ സാമ്പത്തിക തർക്കം മാത്രമേ പ്രശ്നമുള്ളൂ ഇവർ തമ്മിൽ, ഭാര്യ ഭർത്താവും തമ്മിൽ? ഇവര് തങ്ങളിൽ നിലവിൽ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉടലെടുത്തത്. ഭാര്യ വസ്തു വിറ്റു. ആ ഭാര്യയുടെ ഉടമസ്ഥയിലുള്ള വസ്തുവാണ്. അതിന് 3 ലക്ഷം രൂപയും ലഭിച്ചിരുന്നു. ആ പണം വീട്ടിലുണ്ടായിരുന്നു. അത് ഈ ഭർത്താവിന്റെ പകലിലേക്ക് വരുമെന്നുള്ളതാണ് ഈ ധർമ്മദാസ് കരുതിയിരുന്നത്. പക്ഷേ ഭർത്താവ് അത് നശിപ്പിച്ചു കളയും, അല്ലെങ്കിൽ ആ പണം ദൂർത്തടിക്കും എന്ന് ഭയന്ന് പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ടിൽ നിക്ഷേപിച്ചു. പക്ഷേ ഈ പണം തന്റെ പക്കൽ വരേണ്ട പണമായിരുന്നു. തന്റെ ഈ പണം മോഷ്ടിച്ചു എന്നുള്ളതാണ് ധർമ്മദാസിന്റെ ആക്ഷേപവും ആരോപണവും. ആ തരത്തിൽ കേസെടുക്കണമെന്നായിരുന്നു അയാളുടെ ആവശ്യം. അത് പോലീസ് അതിന് കൂട്ടുനിന്നില്ല. അതാണ് ഇപ്പോഴത്തെ ഈ ജീപ്പ് തകർത്ത സംഭവത്തിന്റെ പ്രകോപനത്തിന് കാരണം. ശരി, രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം ചിതറയിൽ ഭർത്താവും ഭാര്യയും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ഭർത്താവ് പോലീസ് ജീപ്പിന്റെ കണ്ണാടി ചില്ലുകൾ അടിച്ച് തകർത്തു. വിവരങ്ങളാണ് രാജ്കുമാർ നൽകിയത്.